നല്ല ജലദോഷവും തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ളപ്പോഴേ ഒരു പിടി മുതിര കൊണ്ട് ഇതുപോലൊരു രസം ഉണ്ടാക്കി കഴിച്ചോ എളുപ്പം റെഡിയാവും. എല്ലാവർക്കും മാൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുതിര എടുത്ത് നേരത്തെ തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അത്യാവശ്യം കുറച്ചധികം വെള്ളം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്തത് കൊണ്ട് തന്നെ നമുക്കൊരു 3-4 വിസിൽ ശബ്ദം കേട്ടാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുവേ. മുതിര വേവുന്ന നേരം കൊണ്ട് നമുക്കിതാ ഒരു നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് കുതിർന്ന് കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മുതിരയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആവി പോകാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, കുരുമുളക്, ജീരകം ഇതെല്ലാം ഞാൻ ഒന്ന് മിക്സിയിലിട്ടാണ് കേട്ടോ ചതച്ചെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ മുതിര നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്നുണ്ടല്ലോ ഈ മുതിരയുടെ വെള്ളം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവേ. അങ്ങനെ ഞാൻ മുതിരയുടെ വെള്ളം എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കുണ്ടല്ലോ ഒരു തവി മുതിര കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ രസം വെച്ച് കുടിക്കുമ്പോഴോ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴോ ഈ മുതിര ചവയ്ക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണേ. പിന്നെ കുറച്ച് മുതിര ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ രസം വയ്ക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അടുപ്പിലേക്ക് മൺചട്ടി വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. എന്നിട്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകത്തിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ അതുകൊണ്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ വാളംപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുതിര പേസ്റ്റാക്കി വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ ആ ഒരു കളറൊക്കെ നല്ല രീതിക്ക് ചേഞ്ചായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുതിരയും മുതിരയുടെ വെള്ളവും ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുതിര എല്ലാം എടുക്കേണ്ട, കുറച്ച് മുതിര അതിലോട്ട് ഇട്ടാൽ മതി. ബാലൻസ് ഉള്ള മുതിര നമുക്ക് പിന്നീട് എന്തെങ്കിലും തോരൻ വെക്കുമ്പോഴോ വല്ലതും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ എല്ലാം അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ രസത്തിൻ്റെ പരിപാടി എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ രസം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല കുരുമുളകിൻ്റെ സ്മെല്ലാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ രസത്തിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രസം നല്ല രീതിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ആ മുതിരയുടെ സ്മെല്ലും നമ്മുടെ കുരുമുളകിൻ്റെ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ രസം കറക്റ്റ് രീതിക്കാണ് ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ രസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പനിയോ ജലദോഷമോ തൊണ്ടവേനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്